CPM-ന്റെ വോട്ടുകൾ BJP-യിലേക്ക് ഒഴുകുന്നു എന്ന സത്യം പുറത്തു വന്നു. കോൺഗ്രസോ UDF-ഓ അല്ല അത് പുറത്തുവിട്ടത്. CPM-ന്റെ സംസ്ഥാന സമ്മേളനത്തിലെ പ്രവർത്തന റിപ്പോർട്ടിലാണ്. CPM പ്രവർത്തകരുടെ കയ്യിൽ പുരട്ടുന്ന മഷിയടയാളം BJP-ക്ക് ഗുണകരമാകുന്നുണ്ട് എങ്കിൽ ഉറപ്പിച്ചോളൂ, കേരളം ഒരു ത്രിപുരയാകുന്നു. കമ്മ്യൂണിസ്റ്റുകാർ കുടിച്ച വെള്ളത്തിൽ പോലും വിശ്വസിക്കാത്ത BJP-യെ നൂറുകണക്കിന് CPM-കാരുടെ ഘാതകരായ സംഘപരിവാറുകാരെ മടിയിലിരുത്തി മാമം കൊടുക്കുന്ന പിണറായി വിജയന് വേണ്ടത് മകളുടെ ബിസിനസ്സും സ്വയം രക്ഷയുമാണെങ്കിൽ അതിന് തങ്ങളെ കിട്ടില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പ്രവർത്തകർ നൽകുന്ന തിരിച്ചടിയാണ് ഇന്ന് പാർട്ടി സമ്മേളനം തന്നെ തുറന്നു പറഞ്ഞത്. പിണറായിക്കെതിരെയുള്ള ലാവ്ലിൻ കേസ്, സ്വർണ്ണക്കടത്ത് കേസ്, ലൈഫ് മിഷൻ കേസ്, മാസപ്പടി കേസ് തുടങ്ങിയ എല്ലാ കേസുകളും BJP ഒളിപ്പിച്ചു വെച്ചത് തന്നെയാണ് പിണറായി വിജയൻ എന്ന നേതാവ് ഇന്ന് ജയിലിൽ പോകാതിരിക്കുന്നത്. കേന്ദ്രത്തിന്റെ കനിവിൽ കേരള ഭരണം നടത്തുന്ന ഒരു ഭരണാധികാരി പാർട്ടിയെ കൊണ്ട് കെട്ടിയിരിക്കുന്നത് സംഘപരിവാറിന്റെ തൊഴുത്തിലാണെന്ന് പാർട്ടി പ്രവർത്തകർ തന്നെ വിളിച്ചു പറഞ്ഞിരിക്കുന്നു. തുടർച്ചയായി 2 തവണ അധികാരത്തിന് പുറത്തിരുന്നിട്ടും കോൺഗ്രസിലെ കൊള്ളാവുന്ന ഒരു നേതാവിനെയും പോക്കാൻ കഴിയാത്ത BJP-ക്ക് 9 വർഷം അധികാരത്തിലിരുന്ന CPM പ്രവർത്തകരെ BJP-യിൽ ചേർക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ആ പാർട്ടി ഭയന്നേ മതിയാകൂ.